ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡിക്ക് പോയപ്പോൾ കഴിച്ച സാധനങ്ങളാണ് കാണിക്കുന്നത്. ഒരുപാട് ഐറ്റം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ചോക്ലേറ്റ് റംബൂട്ടാനും തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ലേസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞ ലേസ് ഇഷ്ടമുള്ള ഒരു കമന്റ് ബോക്സിൽ പറയണേ. അതിൻ്റെ ഇടയിൽ കൂടി പഠിത്തവും കൂടി നടന്നിട്ടുണ്ട്. ഞാൻ പൊതുവേ പച്ച ലേസിൻ്റെ ഫാനാണ് കേട്ടോ, പക്ഷേ കിട്ടിയത് മേടിച്ചെങ്കിൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കയറി അടുക്കളയിലോട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെന്നതിന് ശേഷം അവൾ മീൻ പൊരിക്കുകയൊക്കെ ചെയ്തു. മീൻ പൊരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി അവൾ എനിക്കൊരു കടല കൂടി തന്നിട്ടുണ്ടായിരുന്നു. കടലയല്ല, കപ്പലല്ല. നിങ്ങൾക്ക് ഈ റീല് കണ്ടിട്ട് ഇവളുമാർ തിന്നാനാണോ പഠിക്കാനാണോ വന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ തികച്ച് യാദൃച്ഛികം മാത്രം. പെൺപിള്ളേർക്ക് അല്ലെങ്കിലും പൊതുവെ കുറച്ച് വിശപ്പ് കൂടുതലാണ്. ശരിക്കും ഈ വീഡിയോ എഡിറ്റ് ചെയ്തെടുത്തപ്പോൾ എനിക്കും തോന്നിയത് അത് തന്നെ കേട്ടോ. ഞാൻ തിന്നാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് പോയത്. പക്ഷേ പഠിച്ചിട്ടുണ്ടായിരുന്നു, എക്സാം വരുമ്പോൾ അറിയാം. പിന്നെ നമ്മൾ പപ്പടവും കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കഴിക്കാൻ. എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നാണ് ഇത്രയും ലഘുവായിട്ട്, ലഘുവെന്നല്ല വയറ് പൊട്ടാറാവും വിധം ആഹാരം കഴിക്കുന്നത്. പപ്പടം, സലാഡ്, പൊരിച്ച മീൻ കറി, അങ്ങനെ ഒരുപാട് കറികളും കൂട്ടിയാണ് കഴിച്ചത്. ഞങ്ങൾ ആദ്യമായിട്ടോ ഇങ്ങനെ കൂടണം. നല്ല രസമായിരുന്നു ഒരുമിച്ചിരുന്ന് കഴിക്കാനും. ഞങ്ങൾ ഒരു പാത്രത്തിൽ ചോറിട്ട് കറികളൊക്കെ വിളമ്പി അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. അവിയലും ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ തളർന്നില്ല. പിന്നെ ഞങ്ങൾ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ച്. ഇതിന് ചെറിയൊരു സാധാ ഉപ്പും മുളക് ഇടും കണക്കല്ല, നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, കയറി നോക്കിയാൽ. ഞങ്ങൾ മാങ്ങയും കൊക്കപ്പുഴും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് തിന്നാൻ തോന്നി. പിന്നെ കുറച്ച് നേരം നമ്മൾ കമ്പൈൻ സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാത്തതാണ്. ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചായയും. പിന്നെ പോണ വഴിക്ക് ഫേമസ് ആയ ഒരു കടയിൽ നിന്ന് പിസ്ത ചായയും പിന്നെ സ്ട്രോബെറി ചായയും കുടിച്ചു. ഇന്ന് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞൊരു ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.